അടിപൊളിയാണ്, സൂപ്പർ. നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. നല്ല നല്ല മെസ്സേജ്, നല്ല പടം. ദൈവത്തെ കണ്ടോ? ദൈവത്തിനെ കണ്ടു. നല്ല നല്ല മെസ്സേജ്, നല്ല പടം. എല്ലാവർക്കും കാണാം, കൊള്ളാം, നന്നായിട്ടുണ്ട്. വേറെ ഏത് പടമായിരുന്നു റിലീസ്? നീ പറഞ്ഞു, നഫസ് നീ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്, ഫാമിലി ടൈപ്പ് മൂവിയാണ്. എല്ലാവരും പോയി ജീവിതത്തിൽ നിന്ന് പോയി മൂവി കാണാം. ഇന്ന് റിലീസായിട്ടുണ്ട്. ആരും OTTക്ക് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ പോയി കാണാം. ഫാമിലിക്കൊക്കെ വർക്കാവുന്ന മൂവിയാണെന്ന് തോന്നി. ലാസ്റ്റ് ഇമോഷണൽ സംഭവമൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും സൈലൻ്റൊക്കെ ആയി. എല്ലാവർക്കും വർക്കാവുന്ന മൂവിയാണെന്ന് തോന്നി. എല്ലാവരും കരയൊക്കെ ചെയ്തു. ദൈവത്തെ കണ്ടോ? ദൈവത്തെ കണ്ടോ? ദൈവത്തിനെ കണ്ടു. ദൈവം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ദൈവം. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ അപ്പം എല്ലാവരും പോയി. പിന്നെ ശരിക്കും മനസ്സിൽ തട്ടുന്നു. വളരെ മനോഹരമായിരുന്നു. ഷൈജു, നമ്മുടെ സണ്ണി, എല്ലാവരും, അപർണ, ഓരോരുത്തരും കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നു. വളരെ മനോഹരം. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറ്റവും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാം നന്നായിരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം. നല്ലൊരു മെസ്സേജുണ്ട്. അതാണ് എന്തായാലും അടിപൊളിയാണ്, സൂപ്പർ. നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. കേട്ടില്ല. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. പടം അടിപൊളി പടം. എന്താ പറയണ്ടത്, മനുഷ്യനും ദൈവവും തമ്മിലുള്ളൊരു ബന്ധം നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് ഈ സിനിമയിലൂടെ വരച്ച് കാണിച്ച്. കാരണം അത്രയ്ക്കും നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാസ്റ്റിംഗ് അടിപൊളി. ഈ ഗോഡ് ആയിട്ട് നമ്മുടെ സണ്ണി അഭിനയിച്ച് സൂപ്പറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലഷർ. പിന്നെ കൂടാതെ ഒരുപാട് പേര്, സൈജു കുറുപ്പാകട്ടെ, ഇതിലുള്ള നായികയാകട്ടെ, പിന്നെ വൈശാഖ്, എല്ലാവരും ഓരോ കഥാപാത്രം, ഇപ്പോൾ ഗണപതി, അങ്ങനെ ഓരോ കഥാപാത്രം, പിന്നെ നീന കുറുപ്പ്, എല്ലാവരും നന്നായിട്ട് അവരുടെ ഇത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം, നല്ലൊരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, പാട്ടുണ്ട്. നല്ലൊരു അടിപടമാണ് ഈ സിനിമ. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ഗോഡ്.